എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പി ആയാലോ? അതും നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിക്കൂട്ടാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വെജിറ്റേറിയൻ കറിയിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിക്കൊപ്പം കൂട്ടി കഴിക്കാനാണെങ്കിൽ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 3 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു കറിക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 12 പീസോളം ചെറിയുള്ളി നെടുകെ പിളർന്നതും ഒരു തണ്ട് കറി ലീഫും നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇവ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി കൂട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ആ ചെറിയുള്ളിയും ചേർന്ന കൂട്ടാണ് പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇളക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നല്ല രീതിയിൽ ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പാനിന് നല്ല ചൂടായതുകൊണ്ട് പൊടികളൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്നൊന്ന് എടുത്ത് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് ചൂടാറിയിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയും വേണം. മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 തണ്ട് കറി ലീഫും 2 വറ്റൽമുളകും നുറുക്കിയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ, അതാണ് ആദ്യം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടണം. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ചെറിയുള്ളി ചേർത്ത് തയ്യാറാക്കുന്ന കറികളുടെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല. ഉള്ളിയൊക്കെ ആ ഓയിലിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ചേർക്കുക. ഇനി തക്കാളിയും ഒന്ന് വഴന്ന് കിട്ടണം. ആ ഓയിലുമായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറി റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തക്കാളിയും ആ ഓയിലുമായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക് ലേശം പുളി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം വേണം പിന്നീട് ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി പുളി കൂടി പോകരുത്. ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്തേക്കുന്നത്. പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. പുളിയൊക്കെ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് ഒന്ന് ആ കൂട്ടുമായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. രുചികരമായിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഉള്ളിത്തീയൽ. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കടുക് താളിച്ചിട്ടാണ് കറി തയ്യാറാക്കിയെടുത്തത്. പിന്നീട് ഞാൻ കടുക് താളിക്കുന്നില്ല. ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ചൂട് ചോറിനോടൊപ്പം ഈ ഒരു ഉള്ളിത്തീയലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് കറികളുടെ ആവശ്യം കൂടിയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാല റെസിപ്പി കൂട്ടാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.